ത്രിലോകിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും ഗൗരി കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇന്ന് നീ എന്താ ശ്രീകുട്ടൻ നേരത്തെ വന്നത്? പതിവിലും നേരത്തെ അവനെ കണ്ടതും ഗൗരി അല്പം ഉത്കണ്ഠയോട് കൂടി അവനോട് ചോദിച്ചു. ലാസ്റ്റ് 2 അവർ ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഇനി ഞാൻ കോളേജിൽ കിടന്ന് കറങ്ങിയിട്ട് വെറുതെ അടിയുണ്ടാക്കിയെന്ന് പറയണ്ട. അവരെ നോക്കി അല്പം പുച്ഛം കലർന്ന സ്വരത്തിൽ പറഞ്ഞിട്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറി തൻ്റെ റൂമിലേക്ക് നടന്നു. അവൻ പോയി കഴിഞ്ഞതും ഒരു നെടുവീർപ്പോടെ ഗൗരിയും തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. ഫ്രഷായി ഇറങ്ങിയതും ത്രിലോക് വേഗം കട്ടിലേക്ക് കയറി ഹെഡ് റെസ്റ്റിലേക്ക് തല ചായച്ച് കിടന്നു. അവൻ്റെ മനസ്സ് നിറയെ ആ പെൺകുട്ടിയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു നിന്നു. അവൾ ആരെന്നോ എന്തെന്നോ അറിയില്ലെങ്കിലും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശേ, ഇത് വല്ലാത്ത തൊല്ല തന്നെയാണല്ലോ. അവൻ എഴുന്നേറ്റ് തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു. ചേ, അവൾ ആരായാലും എനിക്കെന്താ? ഇല്ല, ഇനി അവളുടെ ഓർമ്മകൾ പോലും എന്നിലുണ്ടാകാൻ പാടില്ല. അവൻ തൻ്റെ മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ടേബിളിരുന്ന് തൻ്റെ ഫോണെടുത്ത് അതിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മീതിൻ്റെ ഐഡിയിൽ ഇട്ടിരുന്ന ഒരു പിക്ക് അവൻ്റെ കണ്ണിൽ പതിച്ചത്. മീതിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളുടെ മുഖം കണ്ണിൽ പതിച്ചതും ത്രിലോകിൻ്റെ മുഖത്ത് ദേഷ്യം വിരച്ചു കയറി. എന്നാൽ നിമിഷങ്ങൾക്കകം അവൻ്റെ കണ്ണുകൾ കുറുകുകയും അവൻ്റെ മുഖത്തെ ദേഷ്യം മാറി അവിടെ പുഞ്ചിരി തെളിയുകയും ചെയ്തു. വിത്ത് മൈ സിസ് മിഥുന എന്ന ക്യാപ്ഷനോട് കൂടി ഇട്ടിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് അവൻ കണ്ണിമച്ചിയും നോക്കിക്കൊണ്ടിരുന്നു. മിഥുൻ്റെ സഹോദരിയാണ് അവളെന്ന് അറിഞ്ഞതും ഇതുവരെ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആത്മസംഘർഷത്തിന് അയവ് വന്നതുപോലെ അവന് തോന്നി. അവനൊരു പുഞ്ചിരിയോടെ മിഥുൻ്റെ ഐഡി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അതിലെ ഓരോ ഫോട്ടോയിലും മിഥുൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും കടന്നു വന്നിരുന്നില്ല. അതിനവൻ അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ശ്രീകുട്ട, പെട്ടെന്ന് താഴ്ന്നും ഗൗരിയുടെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ആ നിമിഷമാണ് താനിപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരുന്നതെന്ന് ഓർക്കുന്നത്. ചേ, അവളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ വേണ്ടിയാണ് ഫോൺ എടുത്തത്. എന്നിട്ട് അതിലെ അവളുടെ ഫോട്ടോസ് തന്നെ താൻ നോക്കിക്കൊണ്ടിരുന്നല്ലോ. അവൻ തൻ്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഇനി അവളുടെ യാതൊരു ചിന്തകളും തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഉണ്ടാകാൻ പാടില്ല. അവൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴേക്കും താഴ്ന്നും വീണ്ടും ഗൗരിയുടെ ശബ്ദം കേട്ടതും അവൻ മറ്റു ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. എന്താ അമ്മ വിളിച്ചത്? താഴേക്ക് ഇറങ്ങി വന്ന ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുന്നിടയിൽ അവൻ ചോദിച്ചതും ഗൗരി തൻ്റെ ഒരു കയ്യിൽ ഒരു കപ്പ് കോഫി മറുകയിൽ കോഫി അടപ്പം കഴിക്കാനുള്ള ഇലയടയുമായിട്ട് വന്നു. ദേ, ഇത് കഴിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. കോഫിയും പലഹാരവും കൂടി ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഗൗരി പറഞ്ഞതും ത്രിലോക് ഒരു പുഞ്ചിരിയോടെ കോഫി എടുത്ത് ചുണ്ടോട് ചേർത്തു. ശേഷം ഇലയടയിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് അവൻ ഗൗരി ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ അമ്മ സൂപ്പർ. അമ്മയുടെ ഈ കൈപ്പുണ്യമാണ് സഹിക്കാൻ കഴിയാത്തത്. ചുമ്മാതല്ല, വാതിയേരി മൂക്കും കുത്തി വീണു പോയത്. അവനൊരു ആക്കിച്ചിരിയോടെ ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി കണ്ണൊട്ടി കാണിച്ചു. മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോയി വലതും പഠിക്കിച്ചേക്കാ. പരീക്ഷ വരാൻ പോകുന്നത്, ക്ലാസ്സിലോ കയറുന്നില്ല, വീട്ടിലിരുന്നെങ്കിലും പഠിക്ക്. അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഗൗരി കിച്ചണിലേക്ക് പോയതും ചൂട് കോഫി ഊതി കുടിച്ചുകൊണ്ട് ത്രിലോക് ഉമ്മർത്തിക്ക് നടന്നു. ഇതേ സമയം കുറച്ച് ദൂരെ ഒരിടത്ത്. ഏട്ടാ, അച്ഛനും വല്യച്ഛനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുറ്റത്തേക്ക് ബൈക്ക് കൊണ്ട് നിർത്തിയതും പിന്നിലിരുന്ന മിഥുൻ പറഞ്ഞു കേട്ട് മിഥുൻ്റെ കണ്ണുകൾ കാർ ഷെഡിലേക്ക് നീണ്ടു. അവിടെ ഇട്ടിരുന്ന ബെൻസിൻ്റെ 2 കാറുകൾ കണ്ടതും അവൻ്റെ മൂളിക്കൊണ്ട് നിലത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മിഥുനയും പിന്നിൽ നിന്നും ഇറങ്ങിയിരുന്നു. ഇന്ന് എന്തൊക്കെ ഉപദേശങ്ങളാണോ എന്തോ. നീ വാ. അവൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഇതാണ് പേരുകേട്ട മാണിക്കശ്ശേരി കോവിലകം. അവിടുത്തെ കാർണവർ വിഷ്ണുവർദ്ധൻ്റെയും ഭാര്യ ദേവയാനിയുടെയും 2 മക്കളിൽ ഇളയവനായ ശേഖരൻ്റെ മക്കളാണ് മിഥുനും മിഥുനയും. വിഷ്ണുവർദ്ധൻ്റെ മൂത്ത മകനാണ് ഗോവിന്ദൻ. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായ ഗോവിന്ദൻ ആഭ്യന്തര മന്ത്രിയുടെ അടുത്തയാളാണ്. ഗോവിന്ദൻ്റെ ഭാര്യ സുധ ഗവൺമെൻറ് സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇവർക്ക് 2 മക്കൾ, ഗൗതമും ഗോകുലും. 2 പേരും കുടുംബ ബിസിനസ് നോക്കി നടത്തുന്നു. അതുപോലെ ശേഖരൻ കോൺട്രാക്ട് വർക്കുകളെടുത്ത് ചെയ്യുന്ന ആളാണ്. അയാളുടെ ഭാര്യ ഗീത സിറ്റി ഹോസ്പിറ്റലിലെ ഗൈന ഡോക്ടറാണ്. നിങ്ങൾ വന്നോ? എന്താ വരാൻ ഇത്രയും വൈകിയത്? അകത്തേക്ക് കയറിയപാട് വല്യച്ഛൻ്റെ ചോദ്യം കേട്ട് മിഥുൻ നീട്ടി ചൊളിച്ചു. ഞങ്ങളിന്ന് നേരത്തെ അല്ലേ വലിച്ചാ? എന്നും ഇതിനേക്കാൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ലാസ്റ്റ് അവർ നേരത്തെ ഇറങ്ങിയതാണ്. ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് മിഥുൻ പറഞ്ഞതും അതിനൊന്ന് മൂളിക്കൊണ്ട് വല്യച്ഛൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ ഞാൻ ഇറങ്ങുവാണ് ശേഖര. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തേക്കൊന്ന് പോകണം. അയാൾ പറഞ്ഞതും പുറത്തേക്ക് നടന്നതും ശേഖരനും അയാളുടെ പിന്നാലെ ചെന്നു. അല്പനേരം അവർ പോന്നു നോക്കിയതിന് ശേഷം മിഥുനും മിഥുനയും ഫ്രഷ് ആവാനായി തങ്ങളുടെ റൂമിലേക്ക് കയറിപ്പോയി.
ഫ്രഷായി ഇറങ്ങി മിഥുന ടവൽ കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ച ശേഷം ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. എന്നും വൈകുന്നേരം മഴയുള്ളതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ട് പതിയെ സൈഡിലായിട്ടിരുന്ന ബീൻ ബാഗിലേക്കിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ഇന്ന് പലപ്പോഴായി തന്നെ നോക്കിയിരുന്ന രണ്ട് കണ്ണുകൾ തെളിഞ്ഞു വന്നു. അവൾ പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ട് ബീൻ ബാഗിലേക്ക് ചാരിയിരുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആ ഇരിപ്പിലിരുന്നു കൊണ്ട് അവൾ പതിയെ മയക്കത്തിലായി. മിതു, ചായ കുടിക്കാൻ വാ മോളെ. താഴെ നമ്മളുള്ള വിളി കേട്ടതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റ് താഴേക്കുള്ള പടികളിറങ്ങി. ഹേയ്, വെയിറ്റ്. ത്രിലോകൻ്റെ കഥ ആസ്വദിച്ച് കേൾക്കുന്നിടയിലാണ് എന്തോ ഓർത്തുകൊണ്ട് ആമി അവനെ തടഞ്ഞത്. അതെ, കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ന് വേണ്ട, കുളിക്കുമ്പോൾ പോലും ചേട്ടൻ മിഥുനെക്കുറിച്ച് ഓർത്തത് പറയാം. പക്ഷെ അതേ സമയത്ത് മിഥുനയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചേട്ടൻ അറിയാൻ പറ്റിയത്? ആത്മാക്കളാകുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റുമോ? അവൾ തന്നെ പറഞ്ഞു തന്നതാ. സംശയത്തോടെ അവനെ അടിമുടി നോക്കിക്കൊണ്ടുള്ള ആമിയുടെ ചോദ്യത്തിന് അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു. അപ്പം നിങ്ങൾ അപ്പം അതിന് സെറ്റായിരുന്നോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചതിനും അതിന് മറുപടി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് താനിരുന്ന ചെയറിലേക്ക് ചാരിയിരുന്നു. പതിയെ അവൻ്റെ കണ്ണുകൾ അടയുമ്പോൾ ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് കോളേജിലെ അവൻ്റെ പ്രണയകാലം കടന്നു വന്നു. കോളേജിലെ പാർക്കിങ്ങിൽ ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ക്ലാസ്സിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴാണ് കുറച്ച് മാറി ബൈക്ക് പാർക്ക് ചെയ്യുന്ന മിഥുനെ അവൻ കാണുന്നത്. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ മിഥുൻ്റെ ചുറ്റിനും ഒന്ന് പരതി. മഴയായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഷെഡിലേക്ക് കയറി നിൽക്കുന്നവളെ കണ്ടതും അവൻ ഒരു നിമിഷം അവളെ തന്നെ കണ്ണിമിശിമാതെ നോക്കിക്കൊണ്ട് നിന്നു. ഓ, എന്തൊരു മഴയേട്ടാ! അവളുടെ കൊഞ്ചലോടെയുള്ള സംസാരം ത്രിലോകൻ്റെ കാതുകളിൽ വന്ന് പതിച്ചതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആ നിമിഷമാണ് അവളും അവനെ കാണുന്നത്. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞതും ഒരു നിമിഷം അവർ മറ്റെല്ലാം മറന്നതുപോലെ നോക്കി നിന്നു. മഴ കഴിഞ്ഞു, വാ പോകാം. മിഥുൻ്റെ ശബ്ദമാണ് അവരെ സ്ഥലകാല ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ആ സമയമാണ് തങ്ങൾ ഇതുവരെ എന്താണ് ചെയ്യുന്ന ചിന്ത അവർക്കുണ്ടായത്. അവർ ഞെട്ടലോടെ പരസ്പരം ഒന്ന് നോക്കി. ശേഷം എന്തോ ഓർത്തതുപോലെ മുഖം വെട്ടിച്ചു. നീ എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക മിഥു, വാ പോകാം. മിഥുൻ വീണ്ടും വിളിച്ചതും അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ത്രിലോകിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തങ്ങി നിന്നു. ത്രിലോക്! പെട്ടെന്ന് ഗ്രൗണ്ടിൽ നിന്നും ശ്യാമിൻ്റെ വിളി കേട്ടതും അവൻ തലയിൽ നിന്നും കുടഞ്ഞുകൊണ്ട് വേഗം അവിടെ അരികിലേക്ക് നടന്നു. ആ നിമിഷവും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ത്രിലോകിൻ്റെ മനസ്സിൽ അവൾ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ഇതിനോടകം തന്നെ അവളോടുള്ള വികാരം പ്രണയമാണെന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് കാണാനും അവളോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനും അവൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മിഥുനിൻ്റെ സാമീപ്യത്താൽ അവളെ അടുത്തുനിന്ന് ഒന്ന് കാണാൻ പോലും അവന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കാണ് കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സിനുള്ള ഫ്രഷ് ഡേ വന്നത്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു കോളേജിലെ സീനിയേഴ്സ് എല്ലാവരും. ശ്യാമേ, ആ ലോട്ടുകളെല്ലാം ആ കുപ്പിയിലെടുത്തിട്ട്. ഫ്രഷ് ഡേ നടത്തേണ്ട ഹാളിൻ്റെ ഡെക്കറേഷനിടയിൽ റോബിൻ വിളിച്ചു പറയുന്ന കേട്ടതും സീറ്റൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ശ്യാം അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്താടാ നോക്കുന്നത്? അവൻ്റെ നോട്ടം കണ്ടതും റോബിനൊരു ഇളിയോടെ ചോദിച്ചു. ദേ റോബി, എല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്കെടുത്ത് വെക്കരുത്. ഞാനിവിടെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിൻ്റെ കണ്ണിൽ പിടിക്കുന്നില്ലേ? ശ്യാം അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും റോബിനെ നിളിച്ച് കാണിച്ചു കൊടുത്തു. സോറി മുത്തേ, ഞാൻ കരുതി നീ ഫ്രീ ആണ്. അല്ല, അവനെവിടെ? സാധാരണ എന്തെങ്കിലും ചെയ്യാൻ അവൻ മുന്നിൽ തന്നെ നിൽക്കുന്നതാണല്ലോ. റോബിൻ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞതും ഹാളിൻ്റെ ഏറ്റവും ലാസ്റ്റ് സൈഡിലെ കോണിലിരുന്നു കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ത്രിലോകിൽ അവൻ്റെ കണ്ണുകൾ പതിച്ചു. ഹാ, ദേ ഇരിക്കുന്നു. റോബിൻ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ശ്യാമും അങ്ങോട്ടേക്ക് നോക്കി. ഇവനതെന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ശ്യാം നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചതും റോബിൻ അറിയില്ലെന്ന രീതിയിൽ കൈ മലർത്തി കാണിച്ചു. നീ വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതും പറഞ്ഞിട്ട് ശ്യാം അവൻ്റെ അരികിലേക്ക് നടന്നതും അവൻ്റെ പിന്നാലെ റോബിനും ചെന്നു. നീ ഇവിടെ എന്ത് ചെയ്യുക ത്രിലോക്? മുന്നിൽ നിന്നും ശ്യാമിൻ്റെ ശബ്ദം കേട്ടതും കാര്യമായി എഴുത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ത്രിലോക് മുഖമുയർത്തി അവനെ നോക്കി. അവരെ അവിടെ കണ്ടതും അവൻ എഴുതിക്കൊണ്ടിരുന്നത് അടച്ച് തൻ്റെ ബാഗിലേക്ക് വെച്ചു. ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് അവിടെ അരികിലേക്ക് ചെന്നു. നിങ്ങളെന്താ ഇവിടെ ഒന്ന് നിൽക്കുന്നത്? അവിടെ ജോലികളൊക്കെ കഴിഞ്ഞോ? അവരോടായി അവൻ ചോദിച്ചതും അവർ മറുപടി പറയാതെ അവനെ കൂർപ്പിച്ച് നോക്കി. കാര്യം മനസ്സിലായതുപോലെ ത്രിലോക് അവരെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. എടപ്പുലേ, ഞങ്ങളെ അവിടെ കൊണ്ടിട്ടിട്ട് അടിമപ്പണി എടുപ്പിച്ചിട്ട് നീ ഇവിടെ വന്നിരുന്ന് സൂചിക്കുന്നോ? ഇങ്ങോട്ട് വാട കോപ്പേ. റോബിൻ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. തൊട്ടു പിന്നാലെ ഒരു ചിരിയോടെ ശ്യാമും മുന്നോട്ട് നടന്നു.
ഇതേ സമയം ഫസ്റ്റ് ഇയർ സിവിലിൻ്റെ ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്ന മിഥുനയുടെ അരികിലേക്ക് ഒരു പെൺകുട്ടി ഓടിക്കൊണ്ടു വന്നു. എടാ മിഥു, നീ അറിഞ്ഞോ, ഇന്നാണത്രേ ഫ്രഷ് ഡേ തീരുമാനിച്ചിരിക്കുന്നത്. ആ കുട്ടി പറയുന്ന കേട്ട മിഥു സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്ത്? നിന്നോട് താരാ പറഞ്ഞത് പൂജ? മിഥു അല്പം പേടിക്കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വരുന്ന വഴിക്ക് 2 സീനിയർ ചേച്ചിമാർ സംസാരിക്കുന്ന കേട്ടതാ. പൂജ പറഞ്ഞത് കേട്ടതും മിഥു തലയിൽ കൈവച്ചുകൊണ്ട് സീറ്റിലേക്ക് ഇരുന്നു. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മിഥുവിൻ്റെ ഭാവം കണ്ടതും പൂജ അവളെ അടുത്തേക്ക് ഇരുന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഇങ്ങനെ പേടിക്കാതെ മിഥു, ചിലപ്പോൾ വല്ല പാട്ടോ ഡാൻസോ ഒക്കെ ഉണ്ടാകൂ. പൂജ മിഥുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും മിഥു അവളെ ദയനീയമായി ഒന്ന് നോക്കി. നിനക്കറിയാൻ പാടില്ല എന്നിട്ടാ പൂജ, ഇതിന് മുന്നിലുള്ള എല്ലാ വർഷങ്ങളിലും ഹാർഡായിട്ടുള്ള ടാസ്കുകളായിരുന്നു ഫ്രഷ് ഡേക്ക് നൽകിയിരുന്നത് എന്ന് എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോട്ടിൽ സീനിയർ ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറയുക, അവരെ കിസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് നമ്മൾ ചെയ്യണം. മിഥു പേടിയോടെ പറഞ്ഞതും പൂജയിലും ഭയം നിറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെ നിർബന്ധിച്ചൊക്കെ ചെയ്യിപ്പിച്ചാൽ അതൊക്കെ റാഗിങ്ങിൽ പെടില്ലേ? അതും അവർക്ക് തന്നെയല്ലേ ദോഷം ചെയ്യുന്നത്? പൂജ സംശയത്തോടെ ചോദിച്ചു. അങ്ങനെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കില്ല. ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്താൽ മതി. താല്പര്യമില്ലാത്തവർക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ട്. വീണ്ടും ഒന്നുകൂടെ ലോട്ടെടുത്ത് അതിലെഴുതിയത് ചെയ്യണം. അതിൽ സാധാരണ എല്ലാ കോളേജിലും ചെയ്യുന്നത് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും തരുന്നത്. അത് ചെയ്താൽ മതി. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആ കുട്ടി സീനിയേഴ്സ് നോട്ട് കിട്ടിയിരിക്കും. അവർക്കുള്ള പണികൾ പിന്നീട് പല രീതിയിലും അവരെ തേടി വരും. അവൾ പറഞ്ഞുകൊണ്ട് തലയിൽ കൈയും താങ്ങി സീറ്റിലേക്ക് ചാരിയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതു? ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. പൂജയും ടെൻഷനോടെ സീറ്റിലേക്ക് ഇരുന്നു. എടാ റോബി, ബൗളിൽ ലോട്ടൊക്കെ എഴുതിയിട്ടത് ആരായിരുന്നു? ബൗളിലെ ലോട്ടുകൾ പരിശോധിക്കുന്നതിനിടയിൽ ത്രിലോക് റോബിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ആ മെക്കിലെ പിള്ളേരാടാ, അവന്മാരാണ് ലോട്ടെല്ലാം എഴുതിയിട്ടത്. എന്താടാ? റോബിൻ സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ ലോട്ടുകളെല്ലാം ബൗളിൽ നിന്നും എടുത്തു മാറ്റി. ശേഷം തൻ്റെ കയ്യിലിരുന്ന വേറെ കുറച്ച് ലോട്ടുകൾ അതിലേക്കിട്ടു. അതെന്തിനാ നീ മാറ്റിയേ? അവൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന റോബിൻ അവനോടായി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു. അതിലൊക്കെ ഹാർഡായിട്ടുള്ള ടാസ്കുകളാണ്. അതൊന്നും ഇനി വേണ്ട. വെറുതെ കുട്ടികളെ പേടിപ്പിക്കാൻ. നമുക്ക് സാധാരണ പോലെ സിമ്പിൾ ടാസ്കുകൾ മതി. ഇതാകുമ്പോൾ കുട്ടികളും ഫ്രീ ആയിട്ടിരിക്കും. ത്രിലോക് പറഞ്ഞുകൊണ്ട് ബൗൾ ടേബിളിലേക്ക് വെച്ചു. എന്നാലും നമ്മളും അതൊക്കെ ചെയ്തല്ലേടാ? ശ്യാം അല്പം നിരാശയോടെ ചോദിച്ചതും ത്രിലോക് ഒന്ന് പുഞ്ചിരിച്ചു. നമുക്ക് കിട്ടിയതൊക്കെ അതുപോലെ നമ്മൾ ജൂനിയേഴ്സിനും കൊടുക്കണമെന്ന് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? നമുക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ മാത്രം അവരുമായി പങ്കുവയ്ക്കാം. മോശം അനുഭവങ്ങളെല്ലാം അവിടെ കളയണം. മനസ്സിലായോ? ത്രിലോക് അല്പം ഗൗരവത്തോടെ പറഞ്ഞതും ശ്യാമും റോബിനും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോഴേക്കും ഹാളിലെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളെല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഓരോ കുട്ടികളായി ഹാളിലേക്ക് പ്രവേശിച്ചതും ത്രിലോകിൻ്റെ കണ്ണുകൾ അവരിൽ ഓരോരുത്തരിലും പതിഞ്ഞു. നിമിഷങ്ങൾ കടന്നു പോയിട്ടും ആഗ്രഹിച്ച ആളിനെ കാണാതായതും അവരിൽ നിരാശ മൂടി. അവരിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ അലയടിച്ചു. അവൻ കണ്ണുകൾ മുറുക്കിയടിച്ച് സ്വയം നിയന്ത്രിച്ചു നിന്നു. പെട്ടെന്ന് തൻ്റെ ഹൃദയമിടിപ്പ് പതിയിൽ മടങ്ങ് വർദ്ധിക്കുന്നത് പോലെ തോന്നിയതും അവൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തോർന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കി. പിങ്ക് കളർ ഷോർട്ട് ടോപ്പും ലോങ് സ്കേർട്ടും ധരിച്ച് മുടി പോണിട്ടയിൽ കെട്ടി ഭാഗം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നവളെ കണ്ടതും ത്രിലോകിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനൊരു നിമിഷം കണ്ണുകൾ ചിമ്മി തുറന്നു. ശേഷം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. അകത്തേക്ക് കയറി മിഥുവിൻ്റെ കണ്ണുകളും ആദ്യം പതിഞ്ഞത് ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ മുഖത്തേക്കായിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞുന്ന പ്രണയസാഗരത്തിൽ അവൾ മറ്റെല്ലാം മറന്നു പോയിരുന്നു. പിന്നിൽ നിന്നും പൂജ മുന്നോട്ട് തള്ളിയപ്പോഴാണ് മിഥുവിന് സ്ഥലകാല ബോധമുണ്ടായത്. അവൾ ഞെട്ടലോടെ മുന്നിലേക്കൊന്ന് നോക്കി. തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും ഇത്രയും നേരം താൻ അവനെ നോക്കിയത് അവൻ കണ്ടുവെന്ന് അവൾക്കും മനസ്സിലായി. അതവളിൽ വല്ലാത്തൊരു ജാളിതം നിറച്ചു. പതിയെ തല കുനിച്ചുകൊണ്ട് അവൾ ഏറ്റവും പിന്നിലായിട്ടിരുന്ന സീറ്റിൽ പോയിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മേലെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഇയറിലെ എല്ലാ കുട്ടികളും എത്തിച്ചേർന്നതും ഫംഗ്ഷൻ ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു. ഓരോ കുട്ടികളുടെയും പേര് വിളിക്കുന്നതനുസരിച്ച് അവർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ലോട്ടെടുത്ത് അതിലെ ടാസ്കുകൾ ചെയ്യാൻ തുടങ്ങി. സമയം കടന്നു പോകുന്നതനുസരിച്ച് കുട്ടികളുടെ ടെൻഷനും പരിഭ്രമവും മാറി വന്നു. ഫംഗ്ഷൻ അവർ ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെയും സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും പേര് വിളിച്ച് കഴിഞ്ഞൊടുവിൽ മിഥുവിൻ്റെ പേര് വിളിച്ചതും അവൾ ഞെട്ടലോടെ പൂജയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. പേടിക്കാതെ പോയിട്ട് വാ, പൂജ പറഞ്ഞുകൊണ്ട് അവളെ മുന്നോട്ട് തള്ളിവിട്ടു. മിഥു പതിയെ സ്റ്റേജിലേക്ക് നടന്നു. നടക്കിനിടയിൽ മിഡിൽ ഭാഗത്തായിട്ടിരിക്കുന്ന മിഥുനെ ഒന്ന് നോക്കിയതും അവൻ കണ്ണുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു.
പതിയെ അവൾ സ്റ്റേജിലേക്ക് കയറിയതും അവളുടെ നേരെ ഒരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന ത്രിലോകിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. പകപ്പോടെ അവൾ ചുറ്റിനും നോക്കുമ്പോഴേക്കും അവൻ അവളുടെ തൊട്ടു പിന്നിലായി എത്തിയിരുന്നു.